ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ എന്തായാലും മനോജ് പറയുന്നുണ്ട് കേട്ടോ. മനോജ് വന്നിട്ട് ബലരാമനോട് പറയുന്നുണ്ട്. കൺമണി പറഞ്ഞ കാര്യമാണ് പറയുന്നത്. സർ, നമ്മുടെ വണ്ടിയിലെ ഡ്രൈവർ ഒരാൾ ഈ ഗുണ്ടയാണെന്നാണ് കൺമണി എന്നോട് പറഞ്ഞിട്ടുള്ളത്. കാരണം അവർ കൃഷ് സാറിനെ ആക്രമിക്കുന്നതാണ് കൺമണി കണ്ടിട്ടുണ്ടെന്നും മനോജ് ബലരാമനോട് പറയാം കേട്ടോ. ബലരാമനാണെങ്കിലോ ഒന്നും അറിയാത്തതുപോലെ തന്നെ സംസാരിക്കുന്നുണ്ട്. അയ്യോ, ഞാൻ അതൊന്നും അറിഞ്ഞില്ല. ഡ്രൈവറെ സെലക്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് തന്നെ നോക്കിയും കണ്ടും തന്നെ സെലക്ട് ചെയ്യേണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ല കേട്ടോ ചെയ്യുന്നത്. അപ്പോഴത്തേനും മനോജ് പറയുന്നുണ്ട്, നമുക്ക് ആ ഡ്രൈവറെ വേണ്ട സർ. അത് ശരിയാണ്, അത് വേണ്ട. തൻ്റെ അനിയത്തി ആൾ മിടുക്കിയാണല്ലോടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് അത് പടം വരച്ച് വെച്ചിരിക്കുകയാണ്. അവൾ മനസ്സിൽ അയാൾ പതിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ പെട്ടെന്ന് തന്നെ കണ്ടപ്പോൾ മനസ്സിലായതെന്ന് പറയുന്നു. അവൾ മിടുക്കിയാണ് സർ. അതൊക്കെ പോട്ടെ, അവൾ എന്താണ് നമ്മുടെ കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ വരുന്നത് മനോജ് എന്ന് ചോദിക്കുന്നു. എത്രയും പെട്ടെന്ന് തന്നെ വരും സർ എന്ന് മനോജ് തിരിച്ചും പറയാണ്. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും നല്ലത്. ഒരു കാര്യം ചെയ്യ്, താൻ പൊയ്ക്കോ, മനോജ് പൊയ്ക്കോ, ഇതിനൊരു തീരുമാനമാക്കട്ടെ ഞാൻ എന്നൊക്കെ പറയുന്നു കേട്ടോ. അങ്ങനെ അവർ സംസാരിക്കുക ചെയ്യുന്നത്. എന്താണ്, താൻ നോക്കിയിട്ടല്ലേ സെലക്ട് ചെയ്യേണ്ടത് കൺമണി. അവൾ നമുക്കൊരു പാരയാവും എന്നാണ് തോന്നുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ അവളെ കൈക്കലാക്കണം എന്ന രീതിയിലൂടെ ബലരാമൻ സംസാരിക്കുന്നു. അതിനുശേഷം വീണ്ടും കൃഷ്ണനെയാണ്. അവിടെ വെച്ച് തന്നെ മാനസ കൃഷ്ണനെ വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേന് എന്താ മാനസ ഈ കാണിക്കുന്നത് എന്ന് പറയുന്നു. കൃഷ്, ഞാനൊന്ന് നിന്നെ സമാധാനപ്പെടുത്താൻ വേണ്ടി വന്നതല്ലേ. നീ എന്തിനാണ് എന്നോട് എപ്പോഴും ദേഷ്യപ്പെടുന്നത്? ഞാനിപ്പോൾ ആ മാനസികാവസ്ഥയിലല്ല മാനസ ഞാനിവിടെ നിൽക്കുന്നതെന്ന് പറയുന്നു. എനിക്കറിയാം നിൻ്റെ മാനസികാവസ്ഥ എന്താണെന്ന്. കൃപ എനിക്ക് സഹോദരിയും അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ടും ഒക്കെയാണ്. എനിക്ക് അവളുടെ കാര്യത്തിൽ വിഷമമില്ലേ? ഞാൻ അതിനു വേണ്ടിയല്ലേ ഓടി വന്നത് എന്നൊക്കെ പറയുന്നു. എനിക്ക് നിന്നേക്കാളും വിഷമമുണ്ട് മാനസേ, ഞാൻ അവളുടെ ഏട്ടനാണ്. അതുകൊണ്ട് നീ എന്നെ ഒന്ന് വെറുതെ വിടെന്ന് പറഞ്ഞിട്ട് കൃഷ് പോകുന്നു. ആ സമയത്ത് തന്നെയാണ് കൃഷിൻ്റെ ഫോൺ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കൺമണി വിളിക്കുന്നത് മാനസ കാണുന്നുണ്ട് കേട്ടോ. ഇവളെന്തിനാ രാത്രി കൃഷിനെ വിളിക്കുന്നത് എന്താണെന്ന് അറിയട്ടെ. ഫോൺ എടുക്കുന്നു. അപ്പോൾ കൺമണി ഹലോ എന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ ആരാ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ മാനസയാണ്, നിനക്കെൻ്റെ സൗണ്ടൊന്നും തിരിച്ചറിയാൻ പറ്റാണ്ടായോ കൺമണി എന്നൊക്കെ കൺമണിയോട് ചോദിക്കുമ്പോഴത്തേനും മേഡം എപ്പോൾ വന്നു? ഞാൻ രാവിലെ വന്നു. പിന്നെ എന്തിനാ നീ കൃഷിൻ്റെ ഫോണിലോട്ട് വിളിച്ചിട്ടുള്ളത്? എനിക്ക് സാറിനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം എന്ന് പറയുമ്പോൾ, എന്തായാലും നീ എന്നോട് പറഞ്ഞോ, ഞാൻ കൃഷ്ണനോട് പറഞ്ഞോളാം എന്ന് പറയാണ്. അല്ല, ഞാൻ സാറിനോട് പറഞ്ഞോളാം, സാറിനോട് എന്നെ വിളിക്കാൻ വേണ്ടി പറഞ്ഞാൽ മതി എന്ന് പറയുന്നു കേട്ടോ. പക്ഷെ മാനസയ്ക്ക് എന്തോ ഒരു സംശയം തോന്നുകയാണ്. കൺമണി മാനസയോട് പറയേണ്ട വിചാരിച്ചിട്ടാണ് പറയാതിരുന്നത്. പക്ഷെ മാനസയ്ക്ക് എന്തൊരു ഡൗട്ടൊക്കെ അവിടെ തോന്നുന്നുണ്ട് കേട്ടോ. അതിനുശേഷം വീണ്ടും കാണിക്കുന്നത് നമ്മുടെ സാഗറിനെയും സുജാതയും അതുപോലെ തന്നെ ആൻറ്റിയമ്മയൊക്കെയാണ്. കാരണം കൃപയെ ഒന്ന് കയറി കാണാൻ വേണ്ടിയിട്ട് നേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കയറി കാണാൻ സുജാതയ്ക്ക് ഒട്ടും തന്നെ താല്പര്യമില്ല. കാരണം തൻ്റെ മോളെ അങ്ങനെ കാണേണ്ട അവസ്ഥ തനിക്ക് വരില്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേനും സാഗർ പറയുന്നുണ്ട്, നമ്മളല്ലാണ്ട് മറ്റാരാണ് അവളെ കാണാൻ പോവുക? വേണ്ട സാഗർ, ഞാനില്ല, സ്വന്തം മക്കളല്ലേ, എൻ്റെ മക്കൾ ഇങ്ങനെ അവസ്ഥയിൽ കാണാൻ എനിക്ക് പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മളെ കാത്തിരിക്കുകയായിരിക്കും അവൾ. നമ്മളൊന്ന് കാണാൻ വേണ്ടി അവളെ മനസ്സാഗ്രഹിക്കുന്നുണ്ടാവും. വരൂ സുജയ് എന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ട് പോവാട്ടോ ചെയ്യുന്നത്. അങ്ങനെ മോളെ കാണുമ്പോൾ തകർന്ന് വീഴുകട്ടോ സുജു ചെയ്യുന്നത്. കാരണം അവളുടെ അവസ്ഥ കുറേ സംസാരിച്ച് കരയുന്നൊക്കെ ഉണ്ട്. ആ സമയത്ത് തന്നെ കൺമണി അങ്ങോട്ടേക്ക് വരണു കൃഷ്ണനോട് കാര്യങ്ങളെല്ലാം പറയാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ കൃഷ് അവിടെ എത്തിയിട്ടില്ല. അതിനുശേഷം തന്നെ സാഗർ സാറിനോട് എല്ലാം പറയണമെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് കൺമണി അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അപ്പോൾ സാഗർ സാർ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സാറിനോട് പറയണം എന്നും കൺമണി പറയുന്നുണ്ട്. എന്താ മോളെ? അത് അപ്പോഴാണ് ആ ഫോൺ കോൾ വരുന്നത് കേട്ടോ. അങ്ങനെ ബലരാമനാണ് അങ്ങനെ വിളിക്കുന്നത്. കൺമണിയെ വിളിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഈ ഒരു ന്യൂസ് പുറത്ത് വിടണ്ട എന്ന് വിളിക്കുന്നത് ബലരാമൻ തന്നെയാണ്. അത് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. കൺമണി, ഞാൻ ബലരാമനാണെന്ന് പറയുമ്പോൾ കൺമണി ആകെ ഒന്ന് ഞെട്ടുന്നുണ്ട്. എന്താ സർ എന്ന് ചോദിക്കുന്നു. കൺമണിയാണല്ലേ രാവിലെ മനോജിനോട് പറഞ്ഞത് ഡ്രൈവർ ഗുണ്ടയാണെന്നുള്ളത്? അതെ സർ, ഞാനും കൃഷ് സാറും വരുന്ന സമയത്ത് അവർ ഞങ്ങളെ ആക്രമിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അതിലൊരാളാണ് അയാൾ. എനിക്ക് നല്ല ഓർമ്മയുണ്ടെന്ന് പറയുന്നു. കൺമണി മിടിക്കുകയാണ്. എന്തായാലും ആ ഡ്രൈവറെ ഞാൻ വിശദമായി ഒന്ന് പരിശോധിക്കുന്നുണ്ട്. അവനെ ഇനി ഒരിക്കലും തന്നെ ഇനി ഡ്രൈവറായിട്ട് വിടില്ല എന്നൊക്കെ പറയുന്നു കേട്ടോ. അതിനുശേഷം തന്നെ കൺമണിയോട് പറയുന്നുണ്ട്, കൺമണിക്ക് എൻ്റെ അമ്മ 10 ലക്ഷം രൂപ തന്നത് കയ്യിലില്ലേ ചോദിക്കുകയാണ്. ഉണ്ട് സർ, എന്താണ്?
കൺമണി എപ്പോഴാണ് ഞങ്ങളുടെ കമ്പനിയിൽ ജോയിൻ ചെയ്യാനായിട്ട് വരുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേനും സർ വൈകാതെ വരും എന്നൊക്കെ പറയുന്നുണ്ട്. വൈകാതെ വരണം. പിന്നെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺമണി ആ ഗുണ്ടയെ കണ്ടിട്ടുള്ള കാര്യം മറ്റാരോടും പറയരുത് എന്ന് പറയുന്നു. അതെന്താ സർ? കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗുണ്ടകൾ എനിക്ക് പേടിയ കൺമണി, മറ്റൊന്നുമല്ല, അവർ കൺമണിയെയും അതുപോലെ വീട്ടുകാരെയും മനോജിനെയും അച്ഛനെയും മോളുടെ ഗോകുലിനെ വിൽക്കും. അതുകൊണ്ട് തന്നെ അതൊക്കെ വേണോ കൺമണി എന്ന് പറയാണ്ടോ ചെയ്യുന്നത്. അവർക്കൊക്കെ ബുദ്ധിമുട്ടായാൽ കൺമണിക്കും വിഷമാവില്ലേ എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും കൺമണിക്കൊരു പേടിയാവുന്നുണ്ട്. കാരണം അത് പുറത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടി തൻ്റെ വീട്ടുകാരെ ആക്രമിക്കും ആ ഗുണ്ടകൾ എന്നൊക്കെയാണ് നമ്മുടെ ബലരാമൻ പറഞ്ഞു വരുത്തിയിരിക്കുന്നത് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ കൺമണിക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട്. അതുകൊണ്ട് കൺമണി ഇത് ആരോടും പുറത്ത് പറയണ്ട കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ കമ്പനിയിലേക്ക് കൺമണി വരണമെന്നും നമ്മുടെ ബലരാമൻ പറയുന്നു. അതിനുശേഷം തന്നെ കൺമണി ആകെ ടെൻഷനായി നിൽക്കുന്നുണ്ട്. പക്ഷേ എന്തായാലും സാഗർ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, എന്താ പ്രശ്നമെന്ന് ചോദിക്കുന്നു. നീ എന്താ എന്നോട് പറയാനായിട്ട് വന്നത്? അത് പിന്നെ ഒന്നുമില്ല സർ വേണമെങ്കിൽ ഒന്ന് വീട്ടിൽ പോയിട്ട് വന്നോളൂ, ഞാനിവിടെ നിന്നോളാം എന്ന് പറയുന്നുണ്ട്. ഞങ്ങളുടെ ബന്ധുവായിട്ടില്ലെങ്കിലും മോൾ ഞങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ശരി, നല്ല കാര്യമാണ് മോൾ ഇവിടെ നിൽക്കുവാണെങ്കിൽ ഞാൻ ചേച്ചിയമ്മയും അതുപോലെ സുജുവിനെയും കൊണ്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് വീട്ടിൽ പോയി തിരിച്ചു വരാമെന്ന് പറയാം കേട്ടോ. ഞാനിവിടെ നിന്നോളാം എന്ന് പറയുന്നു കേട്ടോ. അത് നന്ദിയുണ്ട് മോളെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൺമണി അവിടെ നിൽക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്.